ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയ മാമനും മോനും എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇയാളൊന്ന് കാര്യം പറയാം. ആളത്ര വെടിപ്പല്ല, ചിലവശമാണ്. എന്തെന്നാണ് ഇവൻ പറയുന്നത്? സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ശരത്തിനെതിരെ അഥവാ മാമനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ്. നീ കുണ്ടനല്ലടാ. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. എറണാകുളം ഒരു റൂമിൽ വെച്ച് മദ്യം നൽകി മയക്കിയതിനു ശേഷം ശരത്തും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പയ്യൻ പറയുന്നത്. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് നോക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് റൂമെടുത്ത് എനിക്ക് ഒത്തിരി നാളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒരുമിച്ച് റൂമെടുത്തിട്ട് ആള് വൈകിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് കിടക്കാൻ നേരത്ത് കിടക്കാൻ ടൈമായപ്പോൾ പുള്ളി അദ്ദേഹത്തെല്ലാം കയറി പിടിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ പിടിക്കാൻ തുടങ്ങി. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? ഈ പറയുന്ന ശരത്തും അവന്റെ സുഹൃത്തും കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിളിച്ചതിന്റെ കോൾ റെക്കോർഡ് ഉണ്ട്. ട്രാപ്പ് ചെയ്യാനോ സംഭവം അങ്ങനെ കരുതിക്കൂട്ടി ഒന്നുമല്ല. അത് അന്ന് സംഭവിച്ചു പോയ സാധനമാണ്. പറ്റിപ്പോയതാണെങ്കിലും പറ്റിപ്പോയി. നിങ്ങൾ സോറി പറയാൻ ഓക്കെ. ഞാനോടൊപ്പം പറഞ്ഞു വന്ന് കണ്ട് സോറി പറഞ്ഞു. ആർക്ക് വേണം അവന്റെ കോപ്പിലെ സോറി? ഒരു പയ്യനെ കയറി ബലാത്സംഗം ചെയ്തിട്ട് പറ്റിപ്പോയി, ഞങ്ങൾ വേണമെങ്കിൽ സോറി പറയാമെന്ന് പോലും. ചേട്ടത്തരം കാണിച്ചിട്ട് നിരക്കുന്നു. എന്താ അവനൊക്കെ ചെയ്യേണ്ടത്? ശരിക്കുണ്ടല്ലേ ഇവന്റെയൊക്കെ സുരജ് എത്തിക്കളയാണ്. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. എന്തായാലും മാമൻ ശരത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ അവന്റെ നാട്ടുകാരനും കൂടി ആ ഒരു പയ്യന്റെ വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോക്കാം. ഇയാളെ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊന്നല്ല, ഒരു 2 കൊല്ലം മുന്നേ. ഇപ്പൊ പുതിയ ഓണായില്ലേ, കഴിഞ്ഞാലും മുന്നത്തെ ഓണത്തിന്. അപ്പൊ ഇവര് ഈ പരിപാടി ഇന്നും ഇന്നലും തുടങ്ങിയതല്ല. ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ വന്നിട്ട് ഇങ്ങനെ തോളത്ത് കഴിയിട്ട് ഇങ്ങനെ അങ്ങനെ സാധനമൊക്കെ മേടിക്കണമെന്ന് നിന്ന് എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോ കൈയൊക്കെ ഇറങ്ങി തുടങ്ങി താഴത്തേക്ക്. ഞങ്ങൾ തൊടാനും പിടിക്കാനോ തുടങ്ങി. എന്തൊരു കഴുപ്പാണ് ഗേ ആണെങ്കിൽ അതിന് പറ്റിയ പാർട്ണറിനെ കണ്ടുപിടിക്കണം. അല്ലാതെ കണ്ണി കണ്ട ചെക്കന്മാരുടെ ഒക്കെ പ്രൈവറ്റ് പാർട്ടിയിൽ കയറി പിടിച്ചിട്ട് കളി കിട്ടുമോ എന്ന് ടെസ്റ്റ് ചെയ്യല വേണ്ടത്. മാമനോടൊന്നും തോന്നില്ലേ?